Eastern salt and pepper. Bum 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 bum. ഇതാണ് ഇടുക്കിയിലെ പ്രശസ്തമായ രാമക്കൽ മേട് എന്ന് പറഞ്ഞ സ്ഥലം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ രാമക്കൽ മേട്. ഒരുപാട് വിൻഡ് മില്ലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, കാറ്റ് ഭയങ്കര കാറ്റാണ്, ഇവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല, അടിച്ച് അങ്ങ് കൊണ്ടുപോകും. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അതിർത്തിയാണ്. ഇതേ കാണുന്നില്ലേ, അത് മൊത്തം തമിഴ്നാടിൻ്റെ ഏരിയയാണ്. അത് ഫുള്ളും അവിടെയും ഒരുപാട് കാറ്റാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാറ്റൊക്കെ പിടിച്ചാണ് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്നാൽ കംപ്ലീറ്റ് തമിഴ്നാട് ഒരു ഏരിയ ഫുള്ളും കാണാൻ പറ്റും. ഇവിടെ മലയുടെ പുറത്ത് കുറവരും കുറത്തിയൊക്കെ ഇരിപ്പുണ്ട്. ഈ രാമക്കൽ മേടിന് ഈ പേര് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമൻ സീതയെ തേടി ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രാമൻ്റെ കാൽ പതിഞ്ഞ മേട് രാമക്കൽ മേട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ മലയുടെയൊക്കെ താഴെ അന്ന് വാസ്തവത്തിൽ മൊത്തം ഈ ഏരിയ ഫുള്ളും കടലായിരുന്നു എന്നൊക്കെയാണ് പുരാണം, അത് ചരിത്രം. അപ്പോൾ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ലങ്കയിലേക്ക് പോകാൻ. അങ്ങനെ ഇവിടെ നിന്നാണ് രാമൻ ലങ്കയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഈ പേര് രാമക്കൽ മേട് എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കിയേ. ഞാനും ഒന്ന് നടന്നൊന്ന് കണ്ടിട്ട് വരാം. Eastern salt and pepper. Bum 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 bum. ആഹാ, എന്തൊരു കാഴ്ചകൾ! പ്രകൃതി രമണീയമായ കാഴ്ച. ഇതാണ് നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഊഷ്മളതയും കോമളതയും. ഇങ്ങനെ ഒരുപാട് നേരം നോക്കിക്കൊണ്ടൊന്നും ശരിയാവില്ല. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഇരിക്കുന്ന സാധനം കണ്ട ചില്ലറക്കാരനൊന്നുമല്ല. 150 വർഷമോ 200 വർഷമോ കണ്ട പഴക്കമുള്ള ഗംഭീരമായ ഒരു ബൈനോക്കുളറാണ്. കപ്പലിൽ സായിപ്പൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് നോക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇടുക്കി ജില്ല മൊത്തം കാണാം ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മുടെ ഇടുക്കി എക്സ്പ്ലോറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാമക്കല്ലിലാണ് ഇപ്പോഴും. അപ്പം ഇതൊക്കെ നോക്കേണ്ട കുറവനും കുറത്തിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരല്ലോ, നമുക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ നിതീഷ് അവിടെ കാത്തിരിപ്പുണ്ട്. ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. വാ. Eastern salt and pepper. Bum 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 bum. ഹായ് നിതീഷ് ഭായ്, നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ? സുഖം. കുഴപ്പമൊന്നുമില്ലല്ലോ? ആരോഗ്യത്തിനൊക്കെ ഹാപ്പി ആയിട്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്താണ് വെക്കാൻ പോകുന്നത്? ഭയങ്കര ഗംഭീര ഐറ്റങ്ങളൊക്കെയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. ഫിഷ് കൊണ്ടാട്ടം. ഫിഷ് കൊണ്ടാട്ടം, നെമ്മീൻ കൊണ്ടാട്ടമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെമ്മീൻ കൊണ്ടുള്ള കൊണ്ടാട്ടം കൊള്ളാം. നമ്മൾ തൈര് കഴിക്കുമ്പോഴത്തേക്കും കൊണ്ടാട്ടം മുളക് കഴിച്ചിട്ടില്ലേ? അതുപോലത്തെ പേരാണെന്ന് തോന്നുന്നു, നെമ്മീൻ കൊണ്ടാട്ടം. അതെ. അപ്പോൾ എന്താ വേണ്ടത്? നെമ്മീനാണ് ഇത്. നെമ്മീൻ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് അതിന്? നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള മസാലകൾ: ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുള്ള പേസ്റ്റ്, കോൺഫ്ലോർ. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പൊരിച്ചെടുക്കുകയാണോ? പൊരിച്ചെടുക്കുന്ന സാധനം. കോൺഫ്ലോർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പൊരിച്ചെടുക്കുന്നതാണ്. നാരങ്ങയുടെ പിഴിഞ്ഞ്. ഇത്രയും ആദ്യം ഇതിനകത്ത് മസാലയ്ക്കുള്ള കൂട്ടാണ്. ആദ്യം മസാലയ്ക്കുള്ള കൂട്ടാണ്. നമ്മൾ മസാല പെട്ടെന്ന് പിടിക്കുമല്ലേ മീനിൽ? എണ്ണ ചൂടായി വരുന്ന സമയം എടുക്കുള്ളൂ. കാരണം മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ പിടിക്കും. എന്തത് വെളിച്ചെണ്ണ? ശരി. കുപ്പി ആദ്യമായിട്ടാണ്, നല്ല രസമുള്ള കുപ്പി. ഇനി നമ്മുടെ കൊണ്ടാട്ടം ഇതിനകത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാം. ഇവിടെ നെമ്മീനാണ്, കൊണ്ടാട്ടം ആയിട്ടില്ല. മസാല റെഡിയാക്കാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഇനി മസാലയ്ക്കും കൂടെ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അടക്കാം. സാധനം എല്ലാം റെഡിയാണ്. ഇത് എണ്ണ ഒഴിക്കുമോ? ഇനി എണ്ണ ഒഴിക്കാം. അപ്പം ചൂടായിക്കോട്ടെ. കാരണം ഇവിടെ കാറ്റടിക്കുന്നതുകൊണ്ട് തീക്കൊക്കെ ഒരു വിഷമം കത്താനായിട്ട്. ഇപ്പം നമ്മളെ നെമ്മീനൊക്കെ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ചെറിയ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ജിഞ്ചർ ചോപ്പ്, മുറിച്ച് വെച്ച ജിഞ്ചർ, ഗാർലിക്. നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് അതിന് ശേഷം വെളുത്തുള്ളി,
നമ്മുടെ കൊണ്ടാട്ടത്തിന് വേണ്ടിയുള്ള മസാലയാണ് ഈ ചെയ്യുന്നത്. കൊണ്ടാട്ടം നെമ്മീനാണ്. നെമ്മീൻ അവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ടു. ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം. അതിഗംഭീരമായ പാചകങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയാണ് 2 സ്റ്റൗവിലും അല്ലേ. പാചക വിദഗ്ധന്മാരാണ്. സാധാരണ ഈ ഷെഫ് എല്ലാവരും തലയിൽ ഈ തൊപ്പിയൊക്കെ വെച്ചാണ് പാചകം ചെയ്യുന്നത്. എനിക്ക് തലയിൽ ഇപ്പോൾ മുടിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ തൊപ്പി വയ്ക്കാത്തത്. നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളടുത്ത ക്രഷ്ഡ് ചില്ലി തട്ടിക്കട്ടെ. അതെ, നമ്മുടെ എന്താ പറയുക, ചുവന്ന മുളക്, വറ്റൽ മുളക് പൊടിച്ചത്. സ്പൈസിയാണ്, നല്ല എരിവുള്ള ഇതാണ്, ഒന്നും പറയണ്ട, കണ്ടാൽ തന്നെ അറിയാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ കൊണ്ടാട്ടത്തിനുള്ള മസാലയാണ് ഇവിടെ ചെയ്യുന്നത്. ഫ്രൈ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ടാക്കുന്നത് നെമ്മീൻ കൊണ്ടാട്ടം. അതിനകത്ത് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പൊട്ടി തുടങ്ങി വെള്ളോ കറിവേപ്പില, അതായത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. അതുപോലെ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ശകലം തക്കാളിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ആ മസാല ആയത് അല്ലേ. അത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. ചെറിയ ഉള്ളി ഇപ്പോൾ ഒരു കട്ടിയൊക്കെ ആയി മസാലയ്ക്ക്. ചെറിയ ഉള്ളി അധികം മൂക്കാൻ പാടും. ഏറ്റവും അവസാനം ചെറിയ ഉള്ളി ഇടാൻ പാടുള്ളൂ അല്ലേ. അധികം മൂത്ത് അതെന്തി അധികം മൂക്കാൻ പാടില്ല, പച്ച കടിക്കണം, സ്പൈസി ആയിരുന്നു. ഓക്കെ. ഇത്തിരി ഒരു ശകലം പച്ച കടിക്കുന്ന രീതിയിൽ പാചകം ചെയ്യാനാണ് അവസാനമായിട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നല്ലേ. നമ്മുടെ കൊണ്ടാട്ടത്തിനുള്ള മസാല റെഡിയായി. നമ്മുടെ നെമ്മീൻ ഏകദേശം നല്ലപോലെ മൂത്ത് പൊരിഞ്ഞ് ഫ്രൈ ആയതിനു ശേഷം ഇതിൽ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നെമ്മീൻ കൊണ്ടാട്ടം റെഡിയായി. നമ്മുടെ അലങ്കരിച്ച തട്ടത്തിലേക്ക് മാറ്റാം. നല്ല സൂപ്പറായ ഒരു പ്ലേറ്റാണ്. ചില്ലിന് കാറ്റടിക്കുന്നുണ്ട്. കൊണ്ടാട്ടം റെഡിയായതിൻ്റെ സന്തോഷം കാറ്റിനും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടാട്ടം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഡിഷുകൾ ഒരുപാടുണ്ട് നിതീഷിൻ്റെ കയ്യിൽ. ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. എവിടെ പോലും ഇപ്പോൾ വരാം. Eastern salt and pepper. Bum 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 bum. Eastern salt and pepper. Bum 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 bum. വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. നമ്മുടെ നെമ്മീൻ കൊണ്ടാട്ടം റെഡിയായി കഴിഞ്ഞു. ഇനി നിതീഷ് അടുത്ത ഒരു ഗംഭീര ഡിഷാണ് ഇവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. കണ്ടാ ഇതെന്താ സംഭവം? ബീഫിൻ്റെ സാധാരണ ബീഫ് നമ്മൾ കണ്ടുകൊണ്ട് വലിയ വലിയ കഷ്ണങ്ങളാണ്. ഇതെന്താണ് സംഭവം? വ്യത്യാസം എന്താണ് ഇതിൻ്റെ? ഇത് ഉണക്കിറച്ചിയാണ്. ഉണക്ക ഇറച്ചിയാണ്. ഇവിടെ നമ്മൾ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് കിട്ടുന്ന സാധനമാണല്ലേ. പോത്തിറച്ചിയാണ്. ഇപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്? ഇത് വേവിച്ച് ശേഷം വെയിലത്ത് വെച്ച് നല്ല ഉണങ്ങി, വേവിച്ച പോത്തിറച്ചി വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി, പിന്നെ അതിനുശേഷം നമ്മൾ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. ഓക്കെ. അപ്പോൾ നല്ല പോത്തിറച്ചി വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് എത്ര സമയം ഉണക്കുന്നത്? അങ്ങനെ അത് ഒരു 3-4 ദിവസം വെയിലുള്ള ദിവസം, വെയിലുള്ള നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നല്ല എന്താ പറയുക സോഫ്റ്റ് ആവാൻ വേണ്ടി മിക്സിയിലിട്ട് അരച്ചെടുത്ത രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇടിയിറച്ചിയൊക്കെ ചെയ്യുന്നത്. ഇടിയിറച്ചിയുടെ അതേ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബീഫ് കാന്താരി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഒരു ഇതാണ്. കാരണം എന്താ, നല്ല എരിവും അതുപോലെ ആരോഗ്യത്തിന് ഗുണകരമായ സാധനമാണ് കാന്താരി. അപ്പോൾ ബീഫ് കാന്താരിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പ്രോസസ്സ് മനസ്സിലായല്ലോ. നല്ല പോത്തിറച്ചി എന്താ പറയുക ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം 3-4 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയതിന് അതിനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു. ബീഫ് കാന്താരിയാണ് നമ്മൾ അടുത്ത നിതീഷിൻ്റെ എന്താ പറയുക പാചകപ്പുരിയിൽ ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞു. എണ്ണ ചൂടായ ഉടനെ വെളുത്തുള്ളി ചതച്ചത്, നല്ല ചതച്ച വെളുത്തുള്ളി ഇവിടെ നമ്മുടെ കമ്പ് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെ എന്താ പറയുക വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല മണമായിരിക്കും. അതാണ്
പ്രത്യേകിച്ച് നല്ല ഉച്ച സമയത്ത് ഇതിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ ഓട്ടോമാറ്റിക്കലി ഒരു വിശപ്പ് തുടങ്ങും. കറിവേപ്പില അപ്പോൾ ആദ്യം നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇട്ടു, പിന്നെ ചെറിയ ഉള്ളി, അതിനുശേഷം ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതിനകത്ത് ഉപ്പ് ഓൾറെഡി ഉണ്ടോ? ഈ ബീഫിൽ ഓൾറെഡി ഉണ്ട്. മസാലക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതെന്താണ്? ഇത് കാന്താരി മുളക്. ഇത് ഉണക്കിയ കാന്താരി മുളകാണ്. ഉണക്കി നല്ലപോലെ ഒരുപാട് ദിവസം ഉണക്കിയ പോലെ ഉണ്ടല്ലോ അല്ലേ? നല്ലപോലെ ഉണക്കിയെടുത്ത കാന്താരി, പച്ചക്കാന്താരി അല്ല ഉപയോഗിക്കുന്നത്. പച്ചക്കാന്താരി അല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കിയാൽ ഒരു 3-4 ദിവസം ആയിരിക്കും കേടുകൂടാതെ. ആണ് 3-4 ദിവസമൊക്കെ നമുക്കിത് കേടുകൂടാതെ വെക്കാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പച്ചക്കാന്താരി അല്ല ഇടുന്നത്, ഉണക്ക കാന്താരിയാണ്. അപ്പോൾ അത് കിട്ടും. ഉള്ളിശലം ബ്രൗൺ ആവണം. അതെ, വരട്ടി ഇത് ബ്രൗണിഷ് കളറിലേക്ക് ആവണം. അപ്പോൾ നമ്മൾ വീട്ടിൽ കാന്താരി വാങ്ങിച്ച് വെച്ച് ഉണക്കേണ്ടി വരും അല്ലേ? ഇത് ചെയ്യണമെങ്കിൽ ഉണക്കിയെടുക്കേണ്ടി വരും. ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ല. മാർക്കറ്റിൽ അതാണ് എൻ്റെ ഒരു. അപ്പോൾ പോത്തിറച്ചിയും വാങ്ങിച്ച് ഈ കാന്താരിയും വാങ്ങിച്ച് 2-3 ദിവസം ഉണക്കി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസം ഒരാഴ്ചത്തേക്കുള്ള കേടുകൂടാതെ ഇരിക്കും. 1 വർഷം വേണം ഇരിക്കും കാന്താരി. ഭയങ്കര സീസൺ ടൈമിൽ നമ്മൾ ഉണങ്ങി സൂക്ഷിച്ചാൽ കാന്താരി ഇരുന്നുള്ളൂ. ഇവിടെ ഇടുക്കിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല സ്പൈസസ് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ എപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പാചകമൊക്കെ എപ്പോഴും നടക്കില്ല അല്ലേ? നേരത്തെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് സൂക്ഷിച്ച് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണക്ക കാന്താരി ഇതിനകത്തേക്ക് ചേർത്തു. നല്ല എരിവുള്ള സാധനമാണല്ലേ ബീഫ്? പ്രത്യേകിച്ച് കുറച്ച് എരിവ് വേണമല്ലോ. നല്ല എരിവ് വേണം. തണുത്ത കാലാവസ്ഥയായതുകൊണ്ട്. അതെ. നമ്മളവിടെ നല്ല ചൂടായതുകൊണ്ട് ഇത്ര എരിവിൻ്റെ ആവശ്യമില്ല. കുറച്ച് എരിവ്, അവനവൻ്റെ എരിവിനോടുള്ള ഇഷ്ടം കൂടെ പരിഗണിച്ചത് അതനുസരിച്ച് ചെയ്താൽ മതി. ഉണക്ക കാന്താരിയും കൂടി ഇട്ട് നന്നായിട്ട് കാന്താരി ഇട്ടപ്പോഴേ നല്ല പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത് ഈ മസാലയാണ്. ഈ ബീഫ് നമ്മൾ എന്താ പറയുക, ഉണക്കി മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ്, അതിലേക്ക് നമ്മൾ ഈ മസാല ചെയ്തു. മസാലയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കാന്താരി, ഉണക്ക കാന്താരിയാണ്, പച്ചക്കാന്താരിയല്ല. കാന്താരി വാങ്ങിച്ച് ഉണക്കി വെച്ചേക്കുന്ന കാന്താരിയാണ്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കാന്താരിയുടെയും ഈ ഒരു വെളിച്ചെണ്ണ ബീഫിലിങ്ങനെ പൊരിഞ്ഞ് വരുന്നതിൻ്റെ, മുറത്ത് വരുന്നതിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അല്ല, ഇഞ്ചി ഇട്ടില്ലല്ലോ, വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉണങ്ങിയ കാന്താരി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഉണങ്ങിയ കാന്താരി ഒന്ന് പൊടിച്ചെടുക്കണം, ചെറുതായി ഉണങ്ങിയ കാന്താരി. അപ്പോൾ കാന്താരി വാങ്ങിച്ച് ഉണക്കി അത് കുറച്ചൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. ശകലം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഫും കൂടെ ഇട്ട് ഈ ഒരു സാധനം ചെയ്യാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ അല്ലേ? അതെ, സിമ്പിളാണ് പരിപാടി. ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അടി പിടിക്കില്ല, കേടുകൂടാതെ സൂക്ഷിക്കാം. കേടുകൂടാതെ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും അല്ലേ? സൂപ്പർ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ഫ്രിഡ്ജിൽ വെക്കണോ നിർബന്ധമുണ്ടോ? ഇല്ലില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ ചൂട് കൂടുതലാണ്. ഇവിടെ ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ മതി. അതുകൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഇടിയിറച്ചി പോലെ തന്നെ ഇടിയിറച്ചിയുടെ വേറെ കുറച്ചും കൂടെ എരിവ് കാന്താരി ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ എരിവ് കൂടുതലാണ്. അതുപോലെ തന്നെ കാന്താരിയുടെ ഒരു ആരോഗ്യകരമായ ഒരു വെളുത്തുള്ളി രണ്ടും നമ്മുടെ ദഹനത്തിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളാണ്, ചെയ്തു നോക്കാം. നല്ല ചൂട് ബീഫും കാന്താരി മുളകിട്ട് റെഡിയാക്കിയ ബീഫാണ്. ഇതിങ്ങനെ ഒരു ടിന്നിലൊക്കെ ആക്കി അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഒരാഴ്ച ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കിത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അല്ലേ? സൂപ്പർ. അപ്പോൾ ഇതാണ് ബീഫ് കാന്താരി. ഇതൊന്ന് വെച്ച് വെക്കുക. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണെന്ന് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊന്നും ഇരിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. എവിടെയും പോകരുത്. ബ്രേക്ക് കഴിഞ്ഞ് ഒരു ഗംഭീര ഒരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Salt and pepper. Pum 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 pum. Easting salt and pepper. Pum 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 pum. വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ബ്രേക്കിൽ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു അത്ഭുതം നടക്കുന്നു. ഇതാണ് അത്ഭുതം. നമ്മുടെ എന്താ പറയുക, അനിൽ ഇവിടുത്തെ GM ആണ്. അപ്പം എന്തായാലും സ്വാഗതം. ശരി. നമ്മളിതിപ്പോൾ 2 എന്താ പറയുക എരിവുള്ള ഡിഷാണ് ചെയ്തത്. ബീഫ് കാന്താരിയും പിന്നെ
എന്താ പറയുക നെയ്മീൻ കൊണ്ടാട്ടം. അപ്പോൾ എന്തായാലും അല്ലേട്ടൻ നമുക്ക് വേണ്ടി ഒരു ഡെസേർട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അതെ. ഇത് രണ്ടും കഴിച്ച് എരിവ് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എരിവൊന്ന് കുറയ്ക്കാം. അതെ. എന്ത് ഡെസേർട്ടാണ് ചേട്ടാ ചെയ്യാൻ പോകുന്നത്? ഞാൻ കോക്കനട്ട് പുഡിംഗ് എന്ന് പറഞ്ഞാൽ തനതായ നമ്മുടെ രീതിയിലുള്ള സാധാരണ പുഡിങ്സ് ഒക്കെ നമ്മൾ ഓവൻ മേക്കിംഗ് ആണ്. ഇത് നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ഡെസേർട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെന്ന് ചെയ്യാം. അതെ. പാല് അല്ലേ? പാലാണ്. പാലൊഴിക്കുക. ആക്ച്വലി ഇതിന് അളവുണ്ട്. ഇത് 1/2 ലിറ്ററാണ്. 1/2 ലിറ്റർ മിൽക്കിനകത്തേക്ക് നമ്മളൊരു 250 ഗ്രാം ഷുഗർ കൂടി ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ. അതായത് 1/2 ലിറ്റർ 1/2 ലിറ്റർ പാലിന് ഒരു 250 ഗ്രാം ഷുഗർ വേണം. അതെ. നന്നായിട്ട് ഇളക്കുക. ഇത് തിളയ്ക്കാനുള്ള സമയം നമ്മൾ കൊടുക്കും. പാല് തിളയ്ക്കാനുള്ള സമയം കാരണം നന്നായിട്ട് ഇതൊന്ന് 1/2 ലിറ്റർ പാലിൽ 250 ഗ്രാം പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. നമ്മളിവിടെ ഉണ്ടാക്കുന്ന കോക്കനട്ട് പുഡിംഗ് ആണ്. നല്ല ഡെസേർട്ടാണ് അല്ലേ? ഇത് തണുപ്പാണോ ചൂടാണോ? ഇത് ആക്ച്വലി ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചൂട് ഡിഷാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കും. ഏലക്ക പൊടിച്ചതാണിത്. അപ്പോൾ നമ്മൾ തിളച്ച് വരുന്ന ആ പാലിലേക്ക് പാലും പഞ്ചസാരയിലേക്ക് ശകലം ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഈ സമയം നമുക്ക് ഇതിനകത്ത് നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 250 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ അതിനകത്തേക്ക് 250 ഗ്രാമിൻ്റെ കസ്റ്റാർഡ് പൗഡറും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/2 ലിറ്റർ പാലിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബട്ടർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് ബട്ടർ ആഡ് ചെയ്യുന്നത് നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി പുഡിങ്ങിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ ഈ പാലിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നത്. ഒരു കുറച്ചൊരു എന്താ പറയുക ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി വിസ്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത. സൂക്ഷി ചെയ്തില്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുമ്പോഴത്തേക്കും ഇളക്കി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വൺ സൈഡ് ഇളക്കിക്കോ. വൺ സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കാം. തിക്കായോ? നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യണം. നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോക്കനട്ട് പുഡിംഗ് ആണ്. അപ്പം ഈ നല്ല തിക്കായിട്ട് വന്ന കസ്റ്റേർഡിലേക്ക് കോക്കനട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. ഇവിടെ പോയല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യും. നല്ല കട്ടിയായി ഓഫ് ചെയ്യാം. നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യുന്ന ബോളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കാരണം പാല് 1/2 ലിറ്റർ പാലിന് 1/4 കിലോ പഞ്ചസാര 250 ഗ്രാം പഞ്ചസാരയും അത് ബോയിലായി വരുമ്പോഴത്തേക്കും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 250 ഗ്രാം കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് ബോയിലായി വരുമ്പോഴത്തേക്കും നല്ലതായിട്ട് ബോയിൽ ചെയ്യുക. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തിക്കായിട്ട് വരും. വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ കോക്കനട്ടും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗാർണിഷ് ആയിട്ട് നമുക്ക് കോക്കനട്ട് തന്നെ ഇതിന്റെ പുറത്തിട്ട് കൊടുക്കാം. ഇത് നമ്മളിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ പറയുക ഈസി ആയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും അല്ലേ? ഇതൊന്ന് തണുത്ത് നല്ല വരുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കാന്താരിയും മീൻ കൊണ്ടാട്ടവും അതിൻ്റെ കൂടെ ചെറിയ ചോറും കൂടെ കിട്ടിയാൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈ ചെറി കൂടി അലങ്കാര പണികളാണ്. ഇതാണ് നമ്മുടെ കോക്കനട്ട് പുഡിങ്ങിൻ്റെ ബേസ്. ഇതിനി തണുപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം കോക്കനട്ട് പുഡിങ് അല്ലേ? താങ്ക് യു അല്ലേട്ടാ. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിതീഷിൻ്റെ അവിടെ നമ്മുടെ ബീഫ് കാന്താരി ഉണ്ടാക്കി കൊണ്ടാട്ടം ഉണ്ടാക്കി. നിതീഷ് ഒന്നുകൂടും അതിൻ്റെ കൂടെ താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത് സന്തോഷമായി, ഹാപ്പിയായി. ബീഫ് കാന്താരിയായി, നെമ്മീൻ കൊണ്ടാട്ടമായി, ഇപ്പം പുഡിങ്ങുമായി. ഇതെന്തായാലും ഒന്ന് വിശാലമായിട്ടൊന്ന് കഴിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്ന നമ്മളെ പഠിപ്പിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിലൊന്ന് പരീക്ഷ നോക്കുക.
ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പുതിയ ഡിഷുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ.